നമ്മൾ ഇന്നലെ ദൈവം മനുഷ്യനോട് ചെയ്ത ആദ്യത്തെ ഉടമ്പടി പ്രകാരം മനുഷ്യന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ദൈവം നൽകിയ കണ്ടീഷൻസും വ്യവസ്ഥകളും നമ്മൾ കാണാനിടയായി. ഇനി നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. ആരാധന, അതാണ് നമ്മുടെ വിഷയം, ആരാധന. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ നമ്മുടെ അന്വേഷണം പഴയ നിയമ ജനത, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനത ദൈവത്തെ ആരാധിച്ചത് എങ്ങനെയാണ്, അവരുടെ ആരാധനാ വിധികൾ എങ്ങനെയായിരുന്നു. നമ്മൾ ബൈബിളിൽ പല വിധത്തിൽ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. പല തരത്തിൽ ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ ചില ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ബൈബിളിലെ ആരാധനാ രീതികൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ഈ അബ്രഹാമിന്റെ ഭൃത്യനായിരുന്ന ഏലിയാസർ എന്ന് പറയുന്ന ഒരാള് ഒരിക്കല് അബ്രഹാമിന്റെ കൽപ്പന അനുസരിച്ച് മകൻ ഇസഹാക്കിന് ഒരു വധുവിനെ കണ്ടെത്താനായി അദ്ദേഹം യാത്ര തിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ യാത്ര തിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇസഹാക്കിന് ഒരു ഭാര്യയെ കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം ആ ഒരു സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വാചകം, അതാണ് അതിൻ്റെ പശ്ചാത്തലം. നമുക്ക് വായിക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് ഇന്നത്തെ രാത്രിയെയും ദേശത്തെയും ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അബ്രഹാമിന്റെ ഭൃത്യൻ ഏലിയാസർ ഇസഹാക്കിന് ഒരു ഭാര്യയെ അന്വേഷിച്ച് അദ്ദേഹം അബ്രഹാമിന്റെ ജന്മനാട്ടിലേക്ക് പോവുകയും അബ്രഹാം ജീവിച്ചിരുന്ന നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അബ്രഹാം ദൈവത്തെ ആരാധിച്ചിരുന്ന പ്രകാരം ഏലിയാസർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചൊരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി അധ്യായം 24 വാക്യം 52. ജെനസിസ് 24:52. ഉൽപ്പത്തി 24:52. ഉറക്കെ വായിക്കാമോ? ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് ദൈവത്തെ ആരാധിച്ചു. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിന്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. ഇനി പുറപ്പാട് പുസ്തകം, അടുത്തത് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, 4-ാമത്തെ അധ്യായം. മോശ ഈജിപ്ത് ദേശത്ത് ചെന്ന് ദൈവജനത്തെ ദൈവം വിടുവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവജനം ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ചൊരു വചനം വായിക്കാം. പുറപ്പാട് 4-ാം അധ്യായം 31-ാം വാക്യം. എക്സോഡസ് 4:31. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചിരിക്കുന്നുവെന്നും, ഉറക്കെ വായിക്കുക, അവരുടെ കഷ്ടതകൾ കണ്ടിരിക്കുന്നുവെന്നും കേട്ടപ്പോൾ അവൻ തല കുനിച്ച് അവിടുത്തെ ആരാധിച്ചു. അപ്പോ ആദ്യത്തേതില് താണു വീണ് ആരാധിച്ചു. ഇവിടെ നമ്മൾ കാണുകയാണ് അവർ തല കുനിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇനി നമുക്ക് സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വചനം വായിക്കാം. സോളമൻ ദൈവത്തെ ആരാധിക്കുന്ന വചനം
2 ദിനവൃത്താന്തം അധ്യായം 6, 2 Chronicles chapter 6. 2 ദിനവൃത്താന്തം അധ്യായം 6, 6-ാം അധ്യായത്തിൽ 12-ാമത്തെ വാക്യം. സോളമൻ ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചു. കണ്ടോ? കൈകൾ വിരിച്ചു പിടിച്ചു. താണു വീണ് ആരാധിച്ചു, തലവണങ്ങി ആരാധിച്ചു, കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു. ഇനി അടുത്ത വാക്യം. അങ്കണത്തിൽ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള ഒരു പീഠം ഓടുകൊണ്ടുണ്ടാക്കിയിരുന്നു. അതിന്റെ മുകളിലാണ് അവൻ നിന്നത്. ഇസ്രായേൽ സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവൻ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഇനി സങ്കീർത്തനം 100-ാം സങ്കീർത്തനം എടുക്കാം. സങ്കീർത്തനങ്ങൾ 100. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. സോറി, ഓക്കെ, 100 എടുക്കണ്ട, 95 എടുക്കുക. സങ്കീർത്തനം 95. സങ്കീർത്തനങ്ങൾ 95, 6-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 95 വാക്യം 6. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്താം. മുട്ടുകുത്തി ആരാധിക്കുക, കുമ്പിട്ട് ആരാധിക്കുക, കൈകൾ അടിച്ച് ആരാധിക്കുക, കൈത്താളങ്ങളോട് ആരാധിക്കുക. ഇനി സങ്കീർത്തനം പറയുന്നുണ്ട് നൃത്തമാടി ആരാധിക്കുക. ഇങ്ങനെ പല ആരാധനാ രീതികളുണ്ടായിരുന്നു. മിറിയാം, മോശയുടെ പെങ്ങളായ മിറിയാം തപ്പെടുത്ത് കൊട്ടി നൃത്തമാടി ദൈവത്തെ ആരാധിച്ചു. ഇങ്ങനെ ബൈബിളില് ശ്രദ്ധിക്കുക, പല ആരാധനാ രീതികളുണ്ടായിരുന്നു. ഇനി അവര് കീർത്തനങ്ങൾ പാടി ദൈവത്തെ ആരാധിച്ചു. പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് കീർത്തനങ്ങൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചു. ഈ ആരാധനാ രീതികളെല്ലാം ബൈബിളിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, കേൾക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ആരാധനാ രീതികൾ കൈയടിച്ച്, കൈ ഉയർത്തി, കൈ വിരിച്ച്, മുട്ടുകുത്തി, തലവണങ്ങി, താണുവീണ്, സാഷ്ടാംഗം പ്രണമിച്ച്, നൃത്തമാടി, കീർത്തനം പാടി, തപ്പുകൊട്ടി എല്ലാം ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ ബൈബിളിലെ പ്രധാനപ്പെട്ട ആരാധനാ രീതി ഇതൊന്നും ആയിരുന്നില്ല. പിന്നെന്തായിരുന്നു? ഇതെല്ലാം ബൈബിളിലെ ആരാധനാ വിധികളായിരിക്കുമ്പോൾ തന്നെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ദൈവമക്കള് ദൈവത്തെ ആരാധിക്കണമെന്ന് ആദ്യന്തം ബൈബിള് നൽകുന്ന കൽപ്പന എങ്ങനെ ആരാധിക്കണമെന്നാണ്? ബലി അർപ്പിച്ച് ആരാധിക്കണം. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതുക. ഇത് എഴുതുക, നിങ്ങളുടെ ചങ്കിനകത്ത് ഇത് എഴുതുക. ബൈബിളിലെ ആരാധനാ രീതി ബലി അർപ്പിച്ചുള്ള ആരാധനയാണ്. ഹല്ലേലൂയ. അതായത് ദൈവമക്കൾ ആരാധിക്കണമെന്ന് ബൈബിളിലെ ദൈവം കൽപ്പിച്ചത് ബലിയർപ്പിച്ച് ആരാധിക്കണം. അത് നമ്മൾ കാണാൻ പോവാണ്. ബലിയർപ്പിച്ചുള്ള ആരാധനാ രീതികൾ. നമുക്ക് ഉൽപ്പത്തി മുതൽ പെട്ടെന്ന് കുറച്ച് വചനങ്ങളൊന്ന് വായിച്ച് ഇതൊക്കെ ഒന്ന് മനസ്സിൽ പതിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ബലിയർപ്പണം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിലാണ്. ഞാൻ വായിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആരാണ് ബലിയർപ്പിച്ചത്? കായേനും ആബേലും. അങ്ങനെ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിൽ തന്നെ, ആദി മനുഷ്യരുടെ ജീവിതത്തിൽ തന്നെ, ആദി തലമുറകളിൽ തന്നെ അവർ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി എന്തായിരുന്നു? ബലിയർപ്പിച്ച്. അപ്പൊ കായേനും ആബേലും, കായേൻ തന്റെ കൃഷി ഭൂമിയിൽ നിന്നെടുത്ത വിളവുകളിൽ ചിലതെടുത്ത് ദൈവത്തിന് ആരാധന ബലിയർപ്പിച്ചു. ഇനി ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒന്നെടുത്ത് കർത്താവിന് സമർപ്പിച്ചു. ഇത് ഒരു ബലിയർപ്പണ രീതിയായിട്ടാണ് ആദിമ സഭ തൊട്ട് പിതാക്കന്മാരുടെ കാലം മുതൽ തന്നെ കായേനും ആബേലും അർപ്പിച്ചതിനെ ബലിയായിട്ടാണ് സഭാപിതാക്കന്മാർ കണ്ടിട്ടുള്ളത്. ഇത് കാഴ്ചവെക്കുക എന്നതിനപ്പുറത്ത് ഇതൊരു ബലിയർപ്പണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ ബലി. ഇനി നമ്മൾ കാണുന്ന 2-ാമത്തെ ബലിയർപ്പണം. ഞാൻ എങ്ങനെയാണ് ബൈബിളിലെ ദൈവമക്കള് ദൈവത്തെ ആരാധിച്ചത് എന്നതിലൂടെ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അടുത്തത് കാണുന്നത് നോഹ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യം മുതൽ. ജനേസിസ് 8:20 ഓൺവേർഡ്സ്. ഉറക്കെ വായിക്കുക. ഉൽപ്പത്തി 8:20 മുതൽ. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിലും നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഇനി ഒരിക്കലും ഞാൻ ഭൂമിയെ ശപിക്കുകയില്ല. ഒരു ചെറിയ വിശദാംശം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്
പെട്ടകത്തിനകത്തേക്ക് മൃഗങ്ങളെ കയറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം ഇപ്രകാരം ഒരു സൂചന നൽകിയിരുന്നു. വായിക്കാം. 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. 7-ാം അധ്യായം 7-ാമത്തെ വാക്യം. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ 2 വീതം പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ പെട്ടകത്തിനകത്തേക്ക് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എങ്ങനെയുള്ള മൃഗങ്ങളെയാണ്, ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളെയാണ് കയറ്റാനായിട്ട് ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് വായിക്കണം. 7-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കുക. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ഡീറ്റെയിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ശുദ്ധിയുള്ള സർവമൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി എത്ര ജോഡിയാ? 7 ജോഡി. ശുദ്ധി ഇല്ലാത്തതിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡി. ഇതൊരു നമ്മൾ ശ്രദ്ധിക്കാതെ പോവാൻ ഇടയുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ഇത് ശ്രദ്ധിക്കുക. അതായത് പെട്ടകത്തിനകത്തേക്ക് കയറ്റാൻ ആവശ്യപ്പെട്ടപ്പോ ദൈവം പറഞ്ഞു ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെല്ലാം 1 ജോഡി മതി, ശുദ്ധിയുള്ളതോ 7 ജോഡി. അതെന്തിനാ? ഈ പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബലി അർപ്പിക്കുന്നത് ഏത് മൃഗത്തെയാ? ശുദ്ധിയുള്ളതാണോ ശുദ്ധിയില്ലാത്തതാണോ? ബലി നടക്കാൻ വേണ്ടിയിട്ടാണ്, ബലി മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശുദ്ധിയുള്ളതിന് 7 ജോഡി. മനസ്സിലാവുന്ന പറയുന്നേ. അപ്പൊ അതുകൊണ്ടാണ് 20-ാമത്തെ വാക്യം, ഈ 8:20, ഉൽപ്പത്തി 8:20, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു, ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് അപ്പോ പ്രളയം കൊണ്ട് ഭൂമി നശിപ്പിക്കപ്പെടുമ്പോൾ ദൈവം പറയുകയാണ് ബലി നിന്ന് പോകാൻ പാടില്ല, ബലി നിന്ന് പോകാൻ പാടാതെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി ശുദ്ധിയുള്ള മൃഗത്തെ 7 കെട്ടിക്കോണം. അപ്പൊ അതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന 2-ാമത്തെ ബലി. ഇനി നമ്മൾ അടുത്ത ആളിലേക്ക് പോകുമ്പോ, അബ്രഹാമിലേക്ക് പോകുമ്പോ, അബ്രഹാം എങ്ങനെയാണ് ബലിപീഠം പണിത് ദൈവത്തെ ആരാധിച്ചത്? നമുക്കതൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാമത്തെ അധ്യായം 4 മുതൽ വായിക്കുക. ജെനസിസ് 12:4. ഉൽപ്പത്തി 12:4 മുതൽ. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ യാത്ര തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം, ഉറക്കെ വായിക്കുക, ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ എത്തിച്ചേർന്നു. മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. ഉച്ചത്തിൽ വായിക്കുക. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. നിങ്ങൾ നോക്കുക, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരിച്ച ഒരു മനുഷ്യൻ കർത്താവ് കാണിച്ച വഴികളിലൂടെ, പന്ഥാവിലൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോ പോയ ഓരോ ഇടത്തും അയാൾ ഒരു കാര്യം മറന്നില്ല, അയാൾ അവിടെ ബലിപീഠം പണിതു. കാരണം ദൈവത്തെ ആരാധിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ച ദൈവദത്തമായ, ദൈവ നിർദ്ദേശിതമായ മാർഗമായിരുന്നു ബലിയർപ്പിച്ച് ആരാധിക്കുക. അതുകൊണ്ട് അബ്രാം അവിടെ ബലിപീഠം പണിതു. അവിടെ നിന്ന് വായിക്കുക, വാക്യം 8. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ യാത്ര തുടർന്നു. ഞാൻ ഒരു വിശദാംശം എനിക്കിവിടെ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് വരാം. 2-3 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട്. ഉൽപ്പത്തി 13:17. ഉൽപ്പത്തി 13:17. എഴുന്നേറ്റ് ഉച്ചത്തിൽ, ഉൽപ്പത്തി ജെനസിസ് 13:17, എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. അബ്രാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി.
അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. 15:7 ഉൽപ്പത്തി 15:7 അടുത്ത വായിക്കാം. ഉൽപ്പത്തി 15:7 വായിക്കാം. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവ്, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അപ്പൊ ദൈവം പറയാണ്, നീ ഒരു ബലി അർപ്പിക്ക്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് താഴോട്ട്. നീ ഒരു ബലി അർപ്പിക്ക്, അപ്പൊ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ഇതെല്ലാം നടക്കാൻ പോകുന്നതെന്ന്. ഇനി ഉൽപ്പത്തി 28:13 ഉൽപ്പത്തി 28:13 ഉൽപ്പത്തി 28:13 ഉൽപ്പത്തി 28:13 ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. ഇനി വാക്യം 18 യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. ബലിയർപ്പിച്ചു എന്നാണ്, ബലിയർപ്പിച്ചു, എണ്ണയൊഴിച്ചു. ഇനി 33 ഉൽപ്പത്തി 33:20 ഉൽപ്പത്തി 33:20 യാക്കോബാണ്, യാക്കോബ്. അവൻ അവിടെ ഒരു ബലിപീഠം പണിതു, അതിന് ഏൽ എലോഹൈ ഇസ്രായേൽ എന്ന് പേരിട്ടു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു 5-10 മിനിറ്റ് എനിക്കൊരു കാര്യം വിശദീകരിക്കാനുണ്ട്. ദയവായി എന്നെ ശ്രദ്ധിക്കുക. അതായത് എന്തിനാണ് പൂർവ്വപിതാക്കന്മാരെ വാഗ്ദത്ത നാട്ടിലേക്ക് അയക്കുമ്പോൾ ദൈവം എന്തിനാണ് അവരോട് ബലിപീഠം പണിയാൻ, ബലിയർപ്പിക്കാൻ അവരുടെ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തത്? എന്താണ് അതിന്റെ ലക്ഷ്യം? ഞാൻ ഈ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച ഓരോ വചനഭാഗത്തും നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഓരോ വചനഭാഗത്തും ദൈവം പറയുകയാണ്, ഈ നാട് നിനക്ക് ഞാൻ തരാൻ പോവാണ്, ഈ ദേശം നിനക്ക് ഞാൻ അവകാശമായി തരാൻ പോവാണ്. ദേശം അവകാശമായി തരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവ മനുഷ്യര് അപ്പൊ തന്നെ ഒരു ബലി അർപ്പിച്ചു. ഈ കണക്ഷൻ നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വായിച്ച ഓരോ സ്ഥലത്തും, ഉദാഹരണത്തിന് ഒന്നുകൂടെ ക്ലിയർ ആവണമെങ്കിൽ ഞാൻ 1-2 കാര്യം കൂടെ വായിപ്പിക്കാം. ഉൽപ്പത്തി 12:7 കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ. ഉൽപ്പത്തി 12:7 കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അതായത് ഒരു നാട്ടിൽ ചെന്ന് കാല് കുത്തുമ്പോ ആ നാട് നിനക്ക് ഞാൻ തരും എന്ന് പറയുമ്പോ ആ നാട് സ്വീകരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞ ആ വാഗ്ദാനത്തിന്റെ അവകാശം കൈവശപ്പെടുത്താനായി ദൈവജനം ചെയ്തത് ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിച്ചു. നിങ്ങൾ ഇതിന്റെ ന്യൂവാൻസ് കാണാതെ പോകരുത്, ഇതിന്റെ വിശദാംശം കാണാതെ പോകരുത്. അതായത് ഒരു നാട്ടിൽ ചെന്ന് കാലുകുത്തുമ്പോ ആ നാട് പിടിച്ചെടുക്കാൻ, ആ നാടിന്റെ മേൽ ആധിപത്യം ഉണ്ടാവാൻ, ആ നാടിന്റെ അവകാശം കൈയാളാൻ, ആ നാട് സ്വന്തമായി തീരാൻ ദൈവം അവരുടെ ആത്മാവിൽ കൊടുത്ത പ്രേരണയാണ് ആരാധിക്ക്. എങ്ങനെ ആരാധിക്ക്? ബലിയർപ്പിച്ച് എന്നെ ആരാധിക്ക്. സോ യു വിൽ പൊസസ് ദ ലാൻഡ് ഇൻ വിച്ച് യു സെറ്റ് യുവർ ഫുട്ട്. കാലുകുത്തുന്ന ഇടം നിന്റെ അവകാശമായിട്ട് മാറും. അപ്പൊ അവകാശമാകണമെങ്കിൽ ബലി അർപ്പിച്ച് ആരാധിക്കണം. നല്ലപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ദൈവജനത്തിന് നമ്മൾ കാലുകുത്തുന്ന ഇടങ്ങളിൽ ഒരു അധികാരം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആന വരരുത് എന്ന് പറഞ്ഞാൽ വരരുത്, പന്നി വരരുത് എന്ന് പറഞ്ഞാൽ വരരുത്. അങ്ങനെ ഒരു അവകാശം, അങ്ങനെ ഒരു അവകാശം ഈ മണ്ണിന്റെ മേൽ, ദേശത്തിന്റെ മേൽ, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളുടെ മേൽ ഉണ്ടാകണമെങ്കിൽ ദൈവം ആദി പിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാണ്, ബലി അർപ്പിച്ച് നാട് പിടിച്ചെടുക്ക്. പറഞ്ഞ ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരിക. അപ്പസ്തോലന്മാരെ ഈശോ അയക്കുമ്പോ അപ്പസ്തോലന്മാർക്ക് ഈശോ കൊടുത്ത ആദ്യത്തെ അധികാരം വചനം പ്രഘോഷിക്കാനല്ല, രോഗികളെ സുഖപ്പെടുത്താനല്ല, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ നടത്താനല്ല, ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം നടത്താനല്ല.
ആദ്യം കൊടുത്ത അധികാരം മത്തായി 10:1-2. മത്തായി 10:1-2. അവൻ വായിക്കേ, മത്തായി 10:1-2. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളെ സുഖപ്പെടുത്താനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പസ്തോലന്മാർക്ക് ഈശോ കൊടുത്ത ആദ്യത്തെ അധികാരം എന്തിന്റെ മേലുള്ള അധികാരമാണ്? പിശാചുക്കളുടെ മേലുള്ള അധികാരം. ലൂക്കാ 9:1-2. അവൻ 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അപ്പസ്തോലന്മാര് 72 പേര് ദൈവ ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോ അവർ ഈശോയോട് പറഞ്ഞത്, കർത്താവേ, ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു എന്നല്ല, രോഗികൾ സുഖപ്പെട്ടു എന്നല്ല, നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങി. അപ്പൊ ഈശോ പറഞ്ഞു ലൂക്കാ 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല. ഇനി കർത്താവ് ഈശോ മിശിഹ മർക്കോസിന്റെ സുവിശേഷത്തില് 16-ാം അധ്യായത്തില് അപ്പസ്തോലന്മാരെ അയച്ചപ്പോ അവർക്ക് സുവിശേഷ വേല ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തയക്കുമ്പോ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 15 മുതൽ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അടയാളം നമ്പർ 1, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആ ഭാഷയൊക്കെ പിന്നെ, അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അതായത് ഈശോ എപ്പോഴും, നമ്മൾ കണ്ടു, അബ്രഹാം, ഇസഹാക്ക്, യാക്കൂബ്, നോഹ, എല്ലാവരും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ അവരൊരു സ്ഥലത്ത് ചെന്ന് കാലുകുത്തുമ്പോ ആദ്യം ചെയ്യുന്നത് അവർ ബലിയർപ്പിച്ച് ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ഓരോ ബലിയർപ്പണം നടക്കുന്ന സ്ഥലത്തും നിങ്ങൾ അതിനടുത്ത് വായിച്ചാൽ മതി, ഈ നാട് നിനക്ക് ഞാൻ തരും എന്ന് ദൈവം പറയുന്നു. ഈ നാട് തരും എന്ന് പറയുമ്പോൾ അവർ ഉടനെ തന്നെ ആ അവകാശം കൈക്കലാക്കാൻ വേണ്ടി ബലിയർപ്പിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാരെ ഓരോ ദേശത്തേക്കും അയക്കുമ്പോൾ ദൈവം അവർക്ക്, ഈശോ അവർക്ക് കൊടുത്ത അധികാരം പിശാചുക്കളുടെ മേലുള്ള അധികാരം. അതുകൊണ്ടാണ് മത്തായി 28:18 ഫൈനൽ കമ്മീഷൻ, അന്തിമ ദൗത്യം. അപ്പസ്തോലന്മാർക്ക് ഉത്ഥാനത്തെ, സ്വർഗാരോഹണത്തിന്റെ തൊട്ടു മുമ്പ് ഈശോ കൊടുത്ത അന്തിമ നിർദ്ദേശത്തെ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തിനാണ് കർത്താവ് അപ്പസ്തോലന്മാരെ ഓരോ ദേശത്തേക്കും വിടുമ്പോ പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരം കൊടുക്കുകയും നിങ്ങൾ പിശാചിനെ പുറത്താക്കും എന്ന് പറയുകയും എല്ലാ അധികാരവും എന്റെയാണ്, പിശാചിന്റെ അല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എന്തിനാണ്? അതായത് നമ്മൾ എവിടെ ജീവിച്ചാലും, നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, സാത്താൻ ആരാധന സ്വീകരിച്ച് 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 ശക്തനാവുകയും ഓരോ സ്ഥലത്തിൻ്റെയും അവകാശം കൈയടക്കി വാഴുകയും ചെയ്യുന്നുണ്ട് എന്ന സത്യം കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഏത് സ്ഥലത്ത് ദൈവമക്കൾ പോയാലും, ഇപ്പൊ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്, ഞങ്ങൾ യാത്രകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, നമ്മളൊരു സ്ഥലത്ത് ദൈവ ശുശ്രൂഷയ്ക്ക് ചെല്ലുന്നതിന് മുമ്പേ നമുക്ക് ഇങ്ങോട്ട് യുദ്ധം ഉണ്ടാവും. ചെല്ലുന്നതിന് മുമ്പേ, മനസ്സിലായോ? ചെന്ന് യുദ്ധം തുടങ്ങിയിട്ടല്ല, ചെല്ലുന്നതിന് മുമ്പേ അറ്റാക്ക് വരും. അതായത് നമ്മൾ കാണാത്ത ഒരു പൈശാചിക ലോകം, നമ്മൾ അറിയാത്ത ഒരു പൈശാചിക ലോകം, യോഹന്നാൻ പറയുന്നത് പോലെ ലോകം മുഴുവൻ ദുഷ്ടന്റെ അന്ധകാര വലയത്തിലായിരിക്കുന്ന വിധം ദൈവമക്കൾ കണ്ണു തുറന്ന് കാണണം. ഒരു അന്ധകാര ലോകം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഒരു അന്ധകാര ലോകം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും മനുഷ്യരാണ് നമ്മളെ എതിർക്കുന്നതെന്ന്. മനുഷ്യരല്ല, ഇതിന്റെ പിന്നിൽ ഒരു അന്ധകാര ലോകം നിപ്പുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വാക്കുകൾ പോരാ പോരാ നാഥ നിന്നെ ആരാധിക്കാൻ,
വാക്കുകൾ പോരാ പോരാ നാഥാ നിന്നെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ, ഭാഷകൾ പോരാ പോരാ രാജാവിനെ ആരാധിക്കാൻ. യേശുവേ നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകൾ പോരാ, യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിടുമേ മനമേ മനമേ, വാഴ്ത്തിടുവാൻ ഉണരൂ